ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഡേ 3 ഓഫ് അവർ ക്യാൻസ് വ്ളോഗ്. ഇന്ന് നമ്മളൊരു ഐലൻഡിലേക്കാണ് പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇന്ന് നമ്മൾ രാവിലെ ഫെറി കയറിയാണ് ഐലൻഡിലേക്ക് പോകുന്നത്. ഐലൻഡ് ഏകദേശം 45 മിനിറ്റ്സ് ആണ് ഫ്രം ക്യാൻസ്. സോ ഇപ്പം നമ്മൾ ടെർമിനലിലേക്ക് പോയി ചെക്ക് ഇൻ ചെയ്യണം. രാവിലെയാണ് ഡിപ്പാർച്ചർ. നമ്മളിപ്പം ചെക്കിംഗ് ടൈമിനെക്കാട്ടിലും ഒരു 15 മിനിറ്റ്സ് നേരത്തെ എത്തിയായിരുന്നു. നമ്മളപ്പോൾ അവിടെ എല്ലാം ജസ്റ്റ് കണ്ടിട്ട് ചെക്കിനിലോട്ട് പോകാമെന്നാണ് ഓർത്തത്. രാവിലെ തന്നെ നമുക്ക് ഫുൾ ഡേ ക്രൂസസ് ഉണ്ട്, ഫെറീസ് ഉണ്ട്, പലതരം ഐലൻഡിലേക്ക് പോകുന്ന ഫെറീസ് ഉണ്ട്. ഇവിടെ മെയിൻലി ഫിറ്റ്സ്റോയ്, വിറ്റ്സൺഡേയ്സ് ആൻഡ് ഗ്രീൻ ഐലൻഡ് ആണുള്ളത്. നമ്മളിന്ന് പോകുന്നത് ഗ്രീൻ ഐലൻഡിലേക്കാണ്. ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ഡൗൺ അണ്ടർ ക്രൂസിലേക്കൊക്കെ പോകുന്നത്. സോ ഡൈവിങ്, സ്നോർക്കിളിങ് അങ്ങനെയൊക്കെ ചെയ്യുന്നവർ രാവിലെ ഫെറി കയറിയാണ് പോകുന്നത്. ഫുൾ ഡേ ക്രൂസസ് ആയിരിക്കും അത്. സോ നമ്മൾ ഓൺലൈൻ തന്നെയാണ് എല്ലാം ബുക്കിംഗ് ചെയ്തത്. ഇനിയിപ്പം ഇവിടെ ചെന്ന് ചെക്ക് ഇൻ ചെയ്യണം. ഞങ്ങൾ ചെന്നപ്പം തന്നെ അത്യാവശ്യം നല്ലൊരു ക്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാ ക്രൂസസിലേക്കുള്ള ഒരു ക്യൂ ആയിരുന്നു. നമ്മൾ പോകുന്നത് ഗ്രേറ്റ് അഡ്വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫെറിയാണ്. സോ അങ്ങനെ നമുക്ക് ടിക്കറ്റൊക്കെ കിട്ടി. ഇനിയിപ്പം നമ്മൾ ഫെറി ബോർഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഫെറി മാത്രമേ ബുക്ക് ചെയ്തുള്ളൂ. അവിടെ ചെന്നിട്ട് ആക്ടിവിറ്റീസ് ബുക്ക് ചെയ്യാമെന്നായിരുന്നു പ്ലാൻ. ആക്ടിവിറ്റീസിൻ്റെ അവൈലബിലിറ്റി ഓരോ ദിവസത്തെ വെതർ കണ്ടീഷൻ അനുസരിച്ചിട്ടിരിക്കും. ഇന്ന് അത്യാവശ്യം വിൻഡി ആൻഡ് സീ റഫ് ആയിരുന്നു എന്നായിരുന്നു അവർ പറഞ്ഞത്. സോ നമ്മളിപ്പം ഫെറി കയറി ഇപ്പോഴും അങ്ങോട്ട് ഡിപ്പാർട്ട് ചെയ്യുന്ന ടൈം ആയിരുന്നപ്പോഴും അത്യാവശ്യം ബമ്പി ആയിരുന്നു റൈഡ്. ബട്ട് ഇന്ന് അധികം മഴയില്ലാഞ്ഞുകൊണ്ട് നല്ലതായിരുന്നു, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ബട്ട് സീ ഇന്ന് റഫാണെന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് ഫെറി കയറുന്നതിന് മുന്നേ അവർ ജിഞ്ചർ ടാബ്ലറ്റ്സ് തരുന്നുണ്ട്, നമുക്ക് സീ സിക്നെസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ഫൈനലി നമ്മൾ ഗ്രീൻ ഐലൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ കാണുന്നതാണ് ഗ്രീൻ ഐലൻഡ്. ഗ്രീൻ ഐലൻഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഏകദേശം 12 ഹെക്ടർ കോറൽ കേ ഉള്ള ഒരു ഐലൻഡാണ്. ചെല്ലുമ്പം തന്നെ നമുക്ക് 2 കളർ ഡിഫറൻസ് ആണ് കാണുന്നത്. സോ ആ തിര കാണുന്നതാണ് ഗ്രേറ്റ് ബാരിയർ റീഫ്. സോ ഗ്രേറ്റ് ബാരിയർ റീഫിലുള്ള ഒരു ഐലൻഡാണിത്. അവിടെ മറൈൻ ലൈഫും ഉണ്ട്, പിന്നെ റെയിൻ ഫോറസ്റ്റ് എക്കോസിസ്റ്റവും കൂടെ ഉള്ള ആകെപ്പാടുള്ളൊരു ഐലൻഡാണിത്. ഈ ഐലൻഡ് ഉണ്ടായിരിക്കുന്നത് കുറേ വർഷങ്ങൾ കൊണ്ടുള്ള വിൻഡ്, സെഡിമെൻറ്റ്സ്, ബേർഡ് ഡ്രോപ്പിങ്സ്, പിന്നെ കോറൽ ഡെബ്രിസിൻ്റെ ഒക്കെ അക്യുമുലേഷൻ കൊണ്ടാണ് ഈ ഐലൻഡ് ഉണ്ടായിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഈ ഐലൻഡ് കോറൽ കേ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ആക്ഷൻ ഓഫ് ദ സീ കൊണ്ട് മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു ഐലൻഡാണിത്. സോ അങ്ങനെ ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ്. സോ അവിടെ ചെല്ലുമ്പം തന്നെ നമുക്ക് ചുറ്റും കോറൽ റീഫ് കാണാം. വളരെ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറും കൂടെ ആയിരുന്നു. സോ നല്ല ക്ലിയറായിട്ട് നമുക്ക് റീഫ്സ് അത്രയും അടുത്ത് കാണാൻ പറ്റുമായിരുന്നു. സോ ഞങ്ങളായിരുന്നു അവിടുത്തെ ആദ്യത്തെ ബാച്ച് ഓഫ് പാസഞ്ചേഴ്സ്. സോ അവിടെ ആക്ടിവിറ്റീസൊക്കെ സ്റ്റാർട്ടാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ, കടകളൊക്കെ തുറക്കുന്നേ ഉള്ളായിരുന്നുള്ളൂ. അപ്പം ഞങ്ങളവിടെ ഇൻഫർമേഷൻ ഡെസ്കിൽ പോയാണ് ആക്ടിവിറ്റീസൊക്കെ നോക്കിയത്. സോ ഞങ്ങൾ ചെന്നപ്പം അവിടെ ആദ്യം ആക്ടിവിറ്റി ഉണ്ടായിരുന്നത് ക്രോക്കഡൈൽ സൂ ആയിരുന്നു. സോ ഞങ്ങൾ ആദ്യം അതിനാണ് പോയത്. ഈ സൂവിൻ്റെ പേര് മെറൈൻ ലാൻഡ് മെലനസിയ ക്രോക്കഡൈൽ ഹാബിറ്റാറ്റ് എന്നായിരുന്നു. സോ ഇതൊരു ഫാമിലി ഓൺഡ് അട്രാക്ഷനാണ് സിൻസ് 1971. ഇവിടെ നമ്മൾ ഏറ്റവും അട്രാക്റ്റ് ചെയ്തത് ഈ ഒരു ഷിപ്പ്റെക്ക് എൻട്രൻസ് ആയിരുന്നു. അവിടെ പിന്നെ കുറേ കളക്റ്റബിൾസും ഉണ്ട്, പിന്നെ കുറേ സുവനിയേഴ്സും ഉണ്ട്. സോ വളരെ ക്യൂട്ടായിട്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നത്. ഞങ്ങളും അപ്പം ഇവിടെ നിന്ന് ഒരു കളക്റ്റബിൾ മേടിച്ചു കൊണ്ടുപോകാനായിട്ട്. സോ അവർ തന്നെ നമുക്കെല്ലാം പാക്ക് ചെയ്ത് തരും. പിന്നെ വൺസ് നമ്മളിവിടെ നിന്ന് തന്നെ ടിക്കറ്റൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ എൻട്രി ആകുമ്പം ആദ്യം കാണുന്നത് ഒരു അക്വേറിയം പോലെയാണ്. സോ ഇത് കണ്ടപ്പം നമുക്ക് പണ്ടത്തെ കിനായ്ക്കപ്പൽ പോലെ തോന്നി. സോ അത് ഞങ്ങൾ കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ കുറേ പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന ഡൈവിങ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം അക്വേറിയം ആണ് നമ്മൾ കണ്ടത്. ഈ ഐലൻഡിന് ചുറ്റുമുള്ള പലതരം മെറൈൻ ലൈഫാണ് ഇവിടെ ഉണ്ടായിരുന്നത്.
സ്റ്റാർ ഫിഷിനൊക്കെ നമ്മൾ ഇത്രയും ഭംഗിയായിട്ടൊക്കെ കാണുന്നത് ആദ്യമായിട്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കണ്ടത് ട്രൈബൽ ആർട്ടായിരുന്നു. സോ മെലനസിയൻ ട്രൈബൽ ആർട്ടിഫാക്ട്സ് ആൻഡ് ഓഷ്യൻ കാർവിങ്സ് ആയിരുന്നു നമ്മൾ കണ്ടത്. ഇതെല്ലാം കളക്ട് ചെയ്തേക്കുന്നത് പാപ്പുവ ന്യൂ ഗിനിയിൽ നിന്നാണ്. സോ ഇത് കഴിയുമ്പോഴാണ് നമ്മൾ ലോബ്സ്റ്റർ ആൻഡ് ടേർട്ടിൽസിനെയൊക്കെ കാണുന്നത്. സോ ആദ്യമായിട്ടാണ് ഇത്രയും വലുപ്പത്തിലുള്ള ഒരു ലോബ്സ്റ്ററിനെ നമ്മൾ കാണുന്നത്, അതും ലൈവ് ലോബ്സ്റ്റർ. അതിനുശേഷം നമ്മൾ ക്രോക്കഡൈൽസിനെയും കണ്ടായിരുന്നു. സോ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ ഗൈഡഡ് ആയിട്ടുള്ള ക്രോക്കഡൈൽ ആൻഡ് ടേർട്ടിൽ ഫീഡിങ് ഉണ്ട്. സോ ഇപ്പം നമ്മളിനി അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. മോർ ദാൻ 15 ലൈവ് ക്രോക്കഡൈൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ബോത്ത് സോൾട്ട് വാട്ടർ ആൻഡ് ഫ്രഷ് വാട്ടർ സ്പീഷീസും ഉണ്ട്. സോ അവിടെ തന്നെ ക്രോക്കഡൈൽ സ്കിന്നൊക്കെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ വളരെ ഫാസിനേറ്റിംഗ് ആയിരുന്നു ഇത്രയും ക്ലോസ് ആയിട്ട് കാണാൻ. സോ ഇപ്പം നമ്മൾ ടൂറ് നടക്കുന്ന ഏരിയയിലോട്ട് പോവുകയാണ്. സോ ആദ്യം ടേർട്ടിൽ ഫീഡിങ് ആയിരുന്നു കാണിച്ചിരുന്നത്. സോ ടേർട്ടിൽസിന് ജെല്ലി ഫിഷാണ് കൊടുത്തത്. സോ ഈ കാണുന്ന ടേർട്ടിലിൻ്റെ പേരാണ് ബില്ലി. സോ ഇതൊരു ഹോക്സ് ബിൽ സീ ടേർട്ടിലാണ്. സോ വളരെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ളൊരു സ്പീഷീസാണ്. സോ ഇതൊരു ഫീമെയിൽ സീ ടേർട്ടിലാണ്. ഏകദേശം 35 വർഷത്തിൻ്റെ മേലെ ഈ ഹാബിറ്റാറ്റിൽ തന്നെ ഉള്ളൊരു ടേർട്ടിലാണ്. ഇവിടെ ഹാച്ച് ചെയ്ത ഒരു ടേർട്ടിലാണത് ഇൻ 1990s. സോ ആ സമയത്ത് കൺസർവേഷൻ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു ചെറിയ ഹാച്ച്ലിങ്സിന് വേണ്ടിയിട്ട്. സോ അതിനുശേഷം നമ്മളിപ്പം ക്രോക്കഡൈൽ ഫീഡിങ്ങിലേക്കാണ് പോകുന്നത്. ക്രോക്കഡൈൽസ് കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ആയതുകൊണ്ട് ജൂൺ ടു ഓഗസ്റ്റ് ഈ ഒരു വിൻ്റർ ടൈമിലാണ് അവർ കൂടുതലും ആക്റ്റീവ് ആവുന്നത്. സോ ഈ ഒരു സമയത്താണ് അവർ ഹണ്ടിങ്ങിനും പിന്നെ കരയിലോട്ടൊക്കെ കൂടുതലും വന്നിരിക്കുന്നത്. അതർവൈസ് അവർ കൂടുതലും വാട്ടറിൻ്റെ അടിയിൽ തന്നെയാണ് ഉണ്ടാവാറ്. സോ അങ്ങനെ ക്രോക്കഡൈൽ ഫീഡിങ് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മൾ കാണാൻ പോയത് കാസിയസ് ആണ്. സോ ഇതാണ് ലാർജസ്റ്റ് ക്രോക്കഡൈൽ ഇൻ ക്യാപ്റ്റിവിറ്റി ഇൻ ദ വേൾഡ്. സോ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിരിക്കുന്ന ഒരു ക്രോക്കഡൈലാണിത്. സോ അതിനെ ഫോസിലൈസ് ചെയ്ത് ഇവിടെ വെച്ചേക്കുവാണ്. ഇതൊരു സോൾട്ട് വാട്ടർ ക്രോക്കഡൈലായിരുന്നു. ഏകദേശം 110 to 120 ഇയേഴ്സ് ഓൾഡ് ആയിരുന്നു. ഏകദേശം ലഞ്ച് ടൈമായി. അപ്പം നമ്മൾ പെട്ടെന്നൊരു ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ തന്നെയുള്ളൊരു ഗ്രീൻ ഐലൻഡ് നാഷണൽ പാർക്കാണ്. സോ ഇതൊരു നാഷണൽ പാർക്കായിട്ട് ഡിക്ലെയർ ചെയ്തത് 1937 സോ ക്വീൻസ്ലൻഡിലെ ആദ്യത്തെ ഐലൻഡിലുള്ളൊരു നാഷണൽ പാർക്കാണ് ഇത്. അവിടെ നിന്ന് തന്നെ നമുക്ക് ബീച്ചിലേക്ക് ആക്സസ് ഉണ്ട്. സോ കുറച്ച് നേരം നമ്മൾ ബീച്ചിലോട്ടൊക്കെ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴേ നമുക്ക് കോറൽ റീഫൊക്കെ കാണാം. ഇനി നമ്മൾ ഗ്ലാസ് ബോട്ട് ടൂറിലേക്കാണ് പോകുന്നത്. സോ ഇതൊരു 30 minutes റീഫ് വ്യൂവിങ് എക്സ്കേർഷനാണ്. സോ സ്വിമ്മിങ് അറിയാത്തവർ പിന്നെ ഫാമിലീസൊക്കെ ആയിട്ട് വരുന്നവർ വെള്ളത്തിലധികം ഇറങ്ങണ്ടെന്നുള്ളവരാണെങ്കിൽ ഇത് നല്ലൊരു ആക്ടിവിറ്റി ആയിരിക്കും. സോ ഇപ്പോൾ ഈ ബോർഡ് ചെയ്യാൻ പോകുന്നത് ഒരു ഓപ്പൺ എയർ ആയിട്ടുള്ളൊരു ബോട്ടാണ്. അവിടെ ലാർജ് ഗ്ലാസ് ഫ്ലോർ പാനൽസ് ഉണ്ട്. സോ അതിൽ നമുക്ക് നോക്കിയാൽ കോറൽ ഫ്ലോറും സീ ബെഡും കാണാം. സോ നമ്മളെ കോറൽ റീഫിൻ്റെ അടുത്തോട്ടാണ് ഇപ്പോൾ ഈ കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന് നമുക്കൊരു 30 minutes സ്റ്റോപ്പുണ്ട്. സോ ഇവിടെ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുമുണ്ട് ഏതൊക്കെ ടൈപ്പ് കോറൽ റീഫ്സ് ആണെന്നുള്ളത്. സോ ഇപ്പോൾ ഈ പോകുന്ന ടൈമിൽ നമുക്ക് സീ ടേർട്ടിൽസിനെയും പിന്നെ കുറേ ഷാർക്സിനെയൊക്കെ കാണാൻ പറ്റും. സോ അങ്ങനെ റീഫ്സും കൂടുതൽ നമ്മൾ കണ്ടായിരുന്നു. സോ ഇവിടെ ഒരു ഫൺ ഫാക്റ്റ് ഉണ്ട്, നമ്മളിവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. സോ ഗ്രീൻ ഐലൻഡിലാണ്
ഒഫീഷ്യലായിട്ടൊരു അണ്ടർ വാട്ടർ പോസ്റ്റ് ബോക്സ് ഉള്ളത്. അതും വേൾഡിലെ ആകെപ്പാടുള്ളൊരു അണ്ടർ വാട്ടർ പോസ്റ്റ് ബോക്സാണ്. സോ ഇത് സീ ഫ്ലോറിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ വാട്ടർ പ്രൂഫായിട്ടുള്ള സിന്തറ്റിക് പോസ്റ്റ് കാർഡ്സ് അല്ലെങ്കിൽ സ്റ്റാമ്പ്സ് മേടിക്കാം ഐലൻഡിൻ്റെ റിസോർട്ടിൽ നിന്ന്. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും മെസ്സേജോ അങ്ങനെ എന്തെങ്കിലും എഴുതിയിട്ട് സ്നോർക്കിൾ ചെയ്ത് പോസ്റ്റ് കാർഡിലോട്ട് ഇടണം. സോ അത് നമ്മളിവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. സോ നമ്മൾ റീഫിൻ്റെ കൂട്ടത്തിൽ കുറേ ഫിഷസിനെയും കണ്ടായിരുന്നു. സോ ആ ടൈമിൽ തന്നെ അവർ ഫിഷ് ഫീഡിങ്ങും ചെയ്യുന്നുണ്ട്. നമുക്കപ്പം കുറേ ടൈപ്പ് ഫിഷസിനെയും കാണാൻ പറ്റി. ഒരു വലയ്ക്ക് വീഴുന്നു. സോ അങ്ങനെ നമ്മുടെ ഗ്ലാസ് ബോട്ട് ടൂർ കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ തിരിച്ച് പോകാനായിട്ട് ബോർഡ് ചെയ്യാണ്. തിരിച്ചു പോകുന്ന നേരം സീ ഇച്ചിരി കൂടെ റഫായിരുന്നു. സോ നമ്മൾ മരുന്നെല്ലാം പിന്നെയും എടുത്തു. പൊതുവേ ഗ്രേറ്റ് ബാരിയർ റീഫിൻ്റെ അവിടെയാണ് സീ വളരെ റഫാവുന്നത്. ഇവിടെ ടൈഡൽ മൂവ്മെൻറ്റ്സ് കൂടുതലാണ്, പിന്നെ വാട്ടർ ഫ്രിക്ഷനും കൂടുതലാണ്, ആൻഡ് കുറേ വിൻഡ്സും കൂടെ ഉള്ളതുകൊണ്ട് ഇവിടെ റഫാണ് സീ. സോ ഇന്ന് അത്യാവശ്യം വിൻഡിയും കൂടെ ആയതുകൊണ്ട് നല്ല റഫായിരുന്നു. സോ അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മൾ ഏകദേശം വൈകുന്നേരം 4:30-5 മണിയായപ്പോഴാണ് തിരിച്ചെത്തിയത്. ഏകദേശം 10 മണിക്കൂറുണ്ടായിരുന്നു നമുക്ക് ഈ ഐലൻഡ് ടൂറ്. നമ്മളിനിയിപ്പം ഹോട്ടലിലേക്ക് തിരിച്ചു പോയി ജസ്റ്റ് ഒന്ന് ഫ്രഷ്നപ്പ് ആയിട്ട് നമ്മൾ നൈറ്റ് മാർക്കറ്റ്സിലേക്ക് പോകാനാണ് പ്ലാൻ. സോ ഇത് കാൻസ് സിറ്റി തന്നെയാണുള്ളത്. കാൻസ് എസ്പ്ലനാഡിൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത്. സോ കുറേ മാർക്കറ്റ്സ് ഉണ്ട്. നമ്മൾ ഒത്തിരി ഷോപ്സും ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കുവൈറ്റിലൊക്കെ സൂക്കിലോട്ടൊക്കെ പോകുന്ന ഒരു ഫീലായിരുന്നു ഇവിടെ വന്നപ്പം. കുറേ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ക്രാഫ്റ്റ്സ് നമ്മൾ കണ്ടായിരുന്നു. സോ നമ്മളും കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു വിടുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഉള്ള ഫുഡ് മാർക്കറ്റിൽ നിന്നാണ് ഡിന്നറും കഴിച്ചത്. അങ്ങനെ നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞു. ബട്ട് നമ്മുടെ വ്ളോഗ് ഇവിടെ കൊണ്ട് തീരുന്നില്ല. നമുക്കിന്നൊരു സർപ്രൈസും കൂടെ ഉണ്ട്. സോ കെവിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. സോ നമ്മൾ ചെറിയൊരു സർപ്രൈസ് കേക്ക് കട്ടിങ് കൂടെ ഉണ്ട്. Happy birthday to you. Happy birthday to you. Happy birthday dear Kevin bro. Birthday to you. Happy birthday Kevin bro. Happy birthday Kevin bro. Speed. സോ അങ്ങനെ നമ്മൾ ചെറിയൊരു സർപ്രൈസൊക്കെ കൊടുത്ത് കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ Day 3 വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുവാണ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ളോഗ്. താങ്ക് യു.